നമസ്കാരം. മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടന്ന വൻ സാമ്പത്തിക തട്ടിപ്പിലും ചട്ടലംഘനങ്ങളിലുമൊക്കെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാനും ഇനി ഒരിക്കലും ഒഴിഞ്ഞു മാറാനാകാത്ത വിധം കുടുങ്ങിയിരിക്കുകയാണ്. പദ്ധതിയുടെ തുടക്കം മുതൽ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രൂ അഗസ്റ്റിൻ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയതോടെയാണ് നാടിനെ നാണം കെടുത്തിയ ഈ ഒരു അഴിമതി നാടകത്തിന്റെ ചുരുളഴിയുന്നത്. നാടിന് നാഴികക്കല്ലായി മാറാമായിരുന്ന ഒരു വമ്പൻ പദ്ധതി നടപ്പാക്കാൻ തങ്ങളോട് സർക്കാർ ഇങ്ങോട്ട് വന്ന് സഹായം ആവശ്യപ്പെടുകയായിരുന്നുവെന്ന ആൻഡ്രൂ അഗസ്റ്റിന്റെ വാക്കുകൾ അഴിമതിക്ക് മുൻകൈയെടുത്തത് അന്നത്തെ ഭരണ നേതൃത്വം തന്നെയാണ് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ്. ഒരു രാജ്യാന്തര കരാർ ഉറപ്പിക്കുമ്പോൾ പാലിക്കേണ്ട പൊതുഭരണ മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും പൂർണ്ണമായും കാറ്റിൽ പറത്തിയാണ് പിണറായി വിജയന്റെ ഭരണകൂടം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വകാര്യ ചാനലിന് ഈ സ്പോൺസർഷിപ്പ് തളികയിലെന്ന പോലെ വെച്ചു നീട്ടിയത്. യാതൊരുവിധ സുതാര്യതയും ഇല്ലാതെ പരസ്യ ടെൻഡർ വിളിക്കാനോ മറ്റു പ്രമുഖ കമ്പനികളെ വിവരം അറിയിക്കാനോ മുതിരാതെ വഴിവിട്ട നീക്കങ്ങൾ നടത്തിയത് ആർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനായിരുന്നു എന്ന ചോദ്യം ഇതോടെ അതിശക്തമായി ഉയരുകയാണ്. ഫോൺ തട്ടിപ്പും ഏറെ വിവാദമായ മുട്ടിൽ മരമുറി കേസും അടക്കം അനവധി ക്രിമിനൽ കള്ളപ്പണ കേസുകളിൽ പ്രതിയായി ജയിൽവാസം വരെ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയുടെ സാമ്പത്തിക അടിത്തറയോ പശ്ചാത്തലമോ പരിശോധിക്കാൻ തയ്യാറാകാതെയാണ് ഒരു സംസ്ഥാന സർക്കാർ കോടികളുടെ പദ്ധതി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും കൃത്യമായി താക്കീത് നൽകിയിട്ടും അതിനെയെല്ലാം അവഗണിച്ച് സർക്കാർ മുന്നോട്ട് പോയത് എന്തിനായിരുന്നു? അതേസമയം ആരോപണങ്ങൾ തെളിയിച്ചാൽ 1 കോടി രൂപ പാരിതോഷികം നൽകാമെന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്ന ആൻഡ്രൂ അഗസ്റ്റിൻ പൊതുസമൂഹം ചോദിക്കുന്ന കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഒളിച്ചു കളിക്കുകയാണ്. സർക്കാർ ആവശ്യപ്പെട്ട പദ്ധതിയാണെങ്കിൽ അതിന് സ്വകാര്യ കമ്പനി സ്വന്തം നിലയിൽ വിദേശ ഏജൻസിയുമായി കരാർ ഒപ്പിട്ടത് എന്തിനാണ്? അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നൽകിയതായി പറയപ്പെടുന്ന 126 കോടി രൂപയുടെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ്? വിദേശ നാണ്യ വിനിമയ ചട്ടമായ ഫെമ ലംഘിച്ചുകൊണ്ട് വിദേശത്തേക്ക് ഫണ്ട് അയച്ചതിന് റിസർവ് ബാങ്കിന്റെയോ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെയോ അനുമതി പത്രങ്ങൾ കയ്യിലുണ്ടോ? ഇത്രയും ഭീമമായ തുകയുടെ ഉറവിടം വെളിപ്പെടുത്തുവാൻ തയ്യാറാകാത്തത് തന്നെയാണ് ഈ ഇടപാടിൽ വൻതോതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന സംശയത്തിന് ആക്കം കൂട്ടുന്നത്. കായിക വകുപ്പിന് മുമ്പിൽ ഈ പദ്ധതി ആശയം ആദ്യം മുന്നോട്ട് വെച്ച ഗോട്ടാഡ് എന്ന കമ്പനിയുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് ആൻഡ്രൂ അവകാശപ്പെടുമ്പോഴും ഗോട്ടാഡിന്റെയും RBCയുടെയും ഓഫീസുകൾ എങ്ങനെയാണ് ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയില്ല. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്തിന്റെ ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ടിലും ഇക്കാര്യം വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിദേശ ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ഉഭയകക്ഷി ചർച്ചകളുടെ എല്ലാ വ്യവസ്ഥകളും സർക്കാർ ഉത്തരവിൽ ഉൾപ്പെടുത്താൻ സ്വകാര്യ കമ്പനി വാശി പിടിച്ചതിന് പിന്നിൽ വലിയ ധനകാര്യ ദുരൂഹതകളാണുള്ളത്. മെസ്സി വന്നാൽ തങ്ങൾക്കടിക്കേണ്ട ലോട്ടറിയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജനങ്ങളുടെ വികാരം ചൂഷണം ചെയ്യുകയായിരുന്നു ഇവർ. GST വെട്ടിപ്പ് ആരോപണങ്ങളും കാഞ്ഞങ്ങാട് GST ഓഫീസിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ നിലനിൽക്കുന്ന കേസുകളും ഈ സംഭവത്തിന്റെ വ്യാപ്തി കൂട്ടുന്നു. വിദേശ ഏജൻസികളുമായി നടത്തിയ ഈ സാമ്പത്തിക കൈമാറ്റങ്ങളിൽ വിജിലൻസ് അന്വേഷണവും ED അന്വേഷണവും അനിവാര്യമായിരിക്കുകയാണ്. സർക്കാരിന്റെ തണലിൽ മാധ്യമ റേറ്റിംഗിനും ബ്രാൻഡ് പ്രൊമോഷനും വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തെ നാണം കെടുത്തിയ പിണറായി വിജയനും അബ്ദുറഹ്മാനും ആൻഡ്രൂ അഗസ്റ്റിനും ഈ നിയമത്തിന് മുന്നിൽ മറുപടി പറഞ്ഞേ തീരൂ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സമൂഹ മാധ്യമങ്ങളിലെ വെല്ലുവിളികൾ കൊണ്ട് ഈ 126 കോടിയുടെ കള്ളപ്പണ ചോദ്യങ്ങളിൽ നിന്ന് തലയൂരാൻ കഴിയില്ലെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും.